Hello dear students, today let us discuss about convex functions, which is section 6.6 of our module 3. Okay, അപ്പോൾ കോൺവെക്സ് സെറ്റ് അറിയാം നിങ്ങൾക്ക്. അതുപോലെ ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ഒക്കെ തന്നാൽ അത് കോൺവെക്സ് ആണോ ചെക്ക് ചെയ്യാൻ അറിയാം അല്ലേ. 3 ഡയമെൻഷണൽ ഒരു ഒബ്ജക്റ്റ് തന്നാൽ കോൺവെക്സ് ആണോ, ഇങ്ങനെ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതേ ഒരു സർക്കിൾ ആണെങ്കിൽ അതിനകത്ത് ഏത് 2 പോയിന്റ് എടുത്താലും അത് ജോയിൻ ചെയ്യുന്ന ലൈൻ കംപ്ലീറ്റ്ലി ആ സർഫസ് ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺവെക്സ് എന്ന് പറയും അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് കോൺവെക്സ് ആവണമെന്നില്ല. കാരണം ഇതിൽ തന്നെ 2 പോയിന്റ്സ് എടുത്താൽ അത് കമ്പൈൻ മീൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈൻ കംപ്ലീറ്റ് ആ ഫിഗറിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ നമുക്കതൊക്കെ അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ കോൺവെക്സ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെഫിനിഷൻ ഇതാണ്: എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഓൺ എ ബി. സോ ഫൈ ഓഫ് സംതിങ് എന്ന് പറഞ്ഞത് റിയൽ നമ്പറാണ്. ഓക്കെ, ഇസ് ഇറ്റ് ടു ബി കോൺവെക്സ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് പെയർ ഓഫ് x1 x2 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റണം അല്ലേ. എക്സ് വൈ, ഇപ്പോൾ ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ ഫൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ എ ബിക്കകത്തുള്ള ഏതെങ്കിലും 2 പോയിൻ്റ് x1 x2 ആണെങ്കിൽ ആൻഡ് ഫോർ ഈച്ച് ലാംഡ ഫൈ ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2. ഇതെന്താ സംഭവം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലൈൻ ജോയിനിങ് x1 ആൻഡ് x2 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു പോയിൻ്റാണ് x1 എന്ന് പറയുന്നത്, ഈ ഒരു പോയിൻ്റാണ് x2 എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ x1 x2 ജോയിൻ ചെയ്യുന്ന ഈ ലൈനിലെ ഏതൊരു പോയിൻറ്റിൻ്റെ ഫൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ഫൈ റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് നമുക്കതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യാം അല്ലേ. ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x1 1 മൈനസ് ലാംഡ ഇൻറ്റു ഫൈ ഓഫ് x2. അപ്പോൾ ഇപ്പോൾ ഒരു ഫൈ ഓഫ് x1 എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഗ്രാഫിൽ ഫൈ ഓഫ് x2 എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇതിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ അല്ലേ, അതല്ലേ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. ലാംഡ ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് ലാംഡ ഫൈ ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് x1ഉം ഫൈ ഓഫ് x2ഉം കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലേ ആണല്ലോ. ഓക്കെ, ദെൻ ഒരു വാല്യൂ അല്ലേ, അതിലത്തുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം ഇത്. അപ്പോൾ ഇതിനകത്തുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം. ലാംഡ ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് ലാംഡ ഫൈ ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് x1ഉം ഫൈ ഓഫ് x2 എന്ന് പറയുന്ന 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിൽ ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം അല്ലേ. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ, ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ലാംഡയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ്റെ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. ഫൈ ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ അതായത് x1 x2 എക്സെട്രയുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂൻ്റെ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ ഫൈ ഓഫ് ഇതൊക്കെ ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ഫൈ ഓഫ് x1 ഇവിടെ ആയിരിക്കും, ഫൈ ഓഫ് x2 ഇവിടെ ആയിരിക്കും. ബാക്കിയുള്ള ഏത് വാല്യൂ എടുത്താലും എന്താ പറഞ്ഞാൽ ഇതിനേക്കാട്ടിലും ചെറുതാണ്. അതായത് നോക്കി, ജോമെട്രിക്കലി വരയ്ക്കുകയാണെങ്കിൽ ദേ x1 phi of x1 and x2 phi of x2 is above the graph of phi. അതാണ് മീനിങ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതും. ഓക്കെ, ഇനി ഒബ്സർവ് ദാറ്റ് 2 പോയിൻറ്റ്സ്. അപ്പം ചിലപ്പോൾ പ്രൂഫിനകത്ത് നമുക്ക് കോൺവെക്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനേഷന് പകരം വേറൊരു കണ്ടീഷൻ, അതായത് ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എത്തിച്ചേരുന്ന വേറൊരു കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ x1 ലെസ് ദാൻ x2 ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ 2 പോയിൻറ്റ്സ് എടുത്തു. x1 ആണ് ചെറുത്, x2 വലുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ x1 x2 ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനിലെ ഏതൊരു പോയിന്റിനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാം: ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 വേർ ലാംഡ ഈസ് ഈക്വൽ ടു, ഇതെന്ന് എങ്ങനെയാണ് കിട്ടുക ലാംഡ, ഇതെങ്ങനെ എഴുതും? ലാംഡ x1 പ്ലസ് x2 മൈനസ് ലാംഡ x2 എന്ന് വരും അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു x എന്നാണ് വരിക. അപ്പോൾ ലാംഡ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ x is equal to lambda into x1 minus x2 plus x2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ലാംഡ എന്ത് വരും? x മൈനസ് x2 ബൈ x1 മൈനസ് x2 അല്ലെങ്കിൽ x2 മൈനസ് x ബൈ x2 മൈനസ് x1 എന്ന് വരും. ഓക്കെ, നമ്മളിത് അസൈൻ ചെയ്യാൻ പോവുകയാണേ. ഫൈ നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഫൈ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡയുടെ പ്ലേസിൽ ഞാനിത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ ഫൈ ഓഫ് x2 എന്നാണല്ലോ ലാംഡ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഫൈ ഓഫ് ലാംഡ x1 പ്ലസ് 1 മൈനസ് ലാംഡ x2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഫൈ ഓഫ് x1 പ്ലസ് 1 മൈനസ് ലാംഡ ഫൈ ഓഫ് x2. ഈ ഇതിനെ നമ്മൾ x എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനിക്കത് ഫൈ ഓഫ് x എന്ന് എഴുതാം.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡേനെ നമ്മൾ അങ്ങനെ കിട്ടിയ വാല്യൂ ആണിത് x2 മൈനസ് x1 ബൈ x2 മൈനസ് x ബൈ x2 മൈനസ് x1. ദെൻ 1 മൈനസ് ലാംഡ 1 മൈനസ് x2 മൈനസ് x ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് വരുമ്പോൾ എന്ത് വരും? LCM ഒക്കെ എടുത്ത് വരുമ്പോൾ x2 മൈനസ് x1 മൈനസ് x2 പ്ലസ് x എന്നൊക്കെ വരും അല്ലേ? ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇതും ക്യാൻസൽ ചെയ്ത് പോയി x മൈനസ് x. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണേ. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോണത് ഇങ്ങനെയാണ്. ഇതൊക്കെ ഡിനോമിനേറ്റർ നോക്കുക, x2 മൈനസ് x1 ആണ്. ന്യൂമറേറ്റർ x2 ഫൈ ഓഫ് x1 മൈനസ് x ഇൻറ്റു ഫൈ ഓഫ് x1 പ്ലസ് x ഇൻറ്റു ഫൈ ഓഫ് x2 മൈനസ് x1 ഇൻറ്റു ഫൈ ഓഫ് x2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് x2 മൈനസ് x1 ആണ്. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക, ഫൈ ഓഫ് x മൈനസ് ഫൈ ഓഫ് x1. അതായത് നോക്കി, ഈ ഫൈ ഓഫ് x മൈനസ് x1 ബൈ x2 മൈനസ് x എന്ന് വരും. ഫൈ ഓഫ് എക്സിൻ്റെ ഇതൊക്കെ ഫൈ ഓഫ് x1ൻ്റെ കോഎഫിഷ്യൻസ് ആണ് x2 മൈനസ് x. അതേപോലെ ഫൈ ഓഫ് x1 നോക്കി, ഫൈ ഓഫ് x1ൻ്റെ കേസിലും x2ൻ്റെ കേസിലും x മൈനസ് x1 എന്നാണ് വരിക. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും അല്ലേ? അതായത് ഫൈ കോൺവെക്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താലും മതി. ഫൈ ഓഫ് x മൈനസ് ഫൈ ഓഫ് x1 ബൈ x മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x ബൈ x2 മൈനസ് x. ഇനി ഇത് ഓർത്ത് വയ്ക്കാൻ നമ്മൾ എങ്ങനെയാണ്, ഒരു 2 പോയിന്റ് തന്നിട്ടെന്ന് വിചാരിക്കുക, x1 y1 x2 y2. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് കിട്ടും. ശരിയാണല്ലോ? അതേപോലെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഇൻ്റർവെല്ലിൽ x1 എന്ന് പറയുന്നത് ലെസ് ദാൻ x ലെസ് ദാൻ x2 x1 x2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു പോയിൻ്റാണ് x. അപ്പോൾ x1 x തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ഫങ്ഷൻ അല്ലേ? അപ്പോൾ x1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫങ്ഷൻ്റെ വാല്യൂ ആണ് ഫൈ ഓഫ് x1 എന്ന് പറയുന്നത്. ഫൈ ഓഫ് x1 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്താ വരിക? ഫൈ ഓഫ് എക്സ് അല്ലേ? y2 മൈനസ് y1 പോലെ ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് x1 ബൈ x മൈനസ് x1. അതേപോലെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് x1 ലെസ് ദാൻ x ലെസ് ദാൻ x2 ആണ്. അപ്പോൾ ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ അല്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ y2 മൈനസ് y x എന്ന് വരും അല്ലേ? അപ്പോൾ y2 എന്ന് ഫൈ ഓഫ് x2 മൈനസ് ഫൈ ഓഫ് x ബൈ x2 മൈനസ് x. ഓക്കെ, അപ്പോൾ ദ കോൺവെക്സിറ്റി മേ ഓൾസോ ബി ഫോർമുലേറ്റഡ് ജോമെട്രിക്കലി ബൈ സെയിങ് ദാറ്റ് for x1 less than x2, the slope of the chord from x1 phi of x1 to x phi of x is no greater than the slope of the chord between slope of the chord from this one. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക. നമ്മൾ ഇത് വെച്ചൊരു ലെമ്മയും പ്രൂവ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. x1 x2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ മിഡിലിൽ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. x1ന് കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഫൈ ഓഫ് x1 ഉണ്ടാവും. x2ന് അതുപോലെ നമുക്കൊരു ഫൈ ഓഫ് x2 എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടാവും. x1 അല്ലേ, ഇതൊരു പോയിൻ്റാണ്. ഫൈ ഓഫ് x1 എന്ന് പറയുന്നത് വേറെ പോയിൻ്റാണ്. x2 ഫൈ ഓഫ് x2 എന്ന് പറയുന്നത് അടുത്ത പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് പോയിൻ്റ് എങ്ങനെ കിടക്കണേ? ഇപ്പോൾ x1 ചെറുത് x പിന്നെ x2 ആണ് കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ 2 പോയിൻ്റുകളുണ്ടല്ലോ, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അടുത്ത 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ലൈൻ വരയ്ക്കുന്നതിൻ്റെ സ്ലോപ്പിനേക്കാളും ചെറുതാണെങ്കിലും ആ ഫംഗ്ഷൻ എന്ത് പറയാം? കോൺവെക്സ് ആണെന്ന് പറയാം. ഓക്കെ, ഈ ഫൈ പ്രൊപ്പോസിഷൻ 15, if phi is differentiable on AB and its derivative phi dash increasing then phi is convex. അപ്പോൾ phi dash ഇൻക്രീസിങ് ആണെങ്കിൽ അത് കോൺവെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൾറെഡി നമുക്കറിയാവുന്നൊരു കാര്യം എന്താ? ഫൈ ഇൻക്രീസിങ് ആണെങ്കിൽ, ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് അറിയാം. അപ്പോൾ ഫൈ ഡാഷ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈ ഡാഷിൻ്റെ
ഡെറിവേറ്റീവ്, അതായത് ഫൈ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺവെക്സ് ആണെന്ന് ചോദിച്ചാലും സെയിം തിയറാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അതായത് ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ ഫൈ കോൺവെക്സ് എന്ന് പറഞ്ഞാലും ഫൈ ഡാഷ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫൈ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ 0 എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഫൈ ഡബിൾ ഡാഷ് നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ ഫൈ ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ 0 ഇംപ്ലൈസ് ഫൈ കോൺവെക്സ് എന്ന് പറഞ്ഞാലും സെയിം പ്രൊപ്പോസിഷനാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നറിയോ? അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് കോൺവെക്സ് ആണെങ്കിൽ ആ സ്ലോപ്പിൻ്റെ ഒരു കണക്ഷൻ പറഞ്ഞില്ലേ, അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോകണം. മീൻ വാല്യൂ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനല്ല. ഇവിടെ എന്തുണ്ട്? ഫൈ ഡിഫറൻഷ്യബിൾ ആണ്, ഫൈ ഡാഷ് ഇൻക്രീസിംഗ് കൂടി തന്നിട്ടുണ്ട്, അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ x1 x എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ട് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഫൈ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പാർട്ടാണല്ലോ ഈ x1 x2 എന്ന് പറയുന്ന ഇൻ്റർവെല്. അപ്പോൾ അതിൽ ഈ x1 x എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലും x2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലും അത് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ആദ്യത്തെ ഇൻ്റർവെല് x1 x എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല് ദർ ഷുഡ് എക്സിസ്റ്റ് എ C1 സച്ച് ദാറ്റ് ഫൈ ഡാഷ് ഓഫ് C1 ഈക്വൽ ടു ഫൈ ഓഫ് x മൈനസ് ഫൈ ഓഫ് x1 ബൈ x മൈനസ് x1. അതേപോലെ ഫൈ ഡാഷ് ഓഫ് C2. ഇനി തൊട്ട് മുമ്പ് എന്താ നമ്മൾ പറഞ്ഞേ? ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ C1 എന്ന് പറയുന്നത് x1 x എന്ന് പറയുന്ന ഇൻ്റർവെല്ലും ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഇൻ്റർവെല്. ഇതാണ് x1, ഇതാണ് x2, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ് x എന്ന് പറയുന്നത്. ഇനിയോ ഈ x1 x2 എന്ന് പറയുന്ന പോയിൻ്റ് x1 x എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് C1. അപ്പോൾ സപ്പോസ് ഇവിടെയാണ് C1 എന്ന് വിചാരിക്കുക, x2ലാണ് C2, അപ്പോൾ ഇവിടെയാണ് C2 എന്ന് വിചാരിക്കുക. അപ്പോൾ ഒബ്വിയസ്ലി എന്തറിയാം നമുക്ക്? C1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നേ വരുള്ളൂ. ലെസ് ദാൻ ഈക്വൽ ടു എന്തായാലും വരില്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നേ വരുള്ളൂ. C1 ലെസ് ദാൻ C2 ആണ്. ഫൈ ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആയതുകൊണ്ട് എന്താ? ഫൈ ഡാഷ് ഓഫ് C1 എന്ന് പറയുന്നത് എന്തായാലും ഫൈ ഡാഷ് ഓഫ് C2വിനെക്കാട്ടിലും ചെറുതാണ്. ശരിയാണല്ലോ? ഫൈ ഡാഷ് ഓഫ് C1ഉം ഫൈ ഡാഷ് ഓഫ് C2 നമുക്ക് മീൻ വാല്യൂ അനുസരിച്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കിയേ? എക്സും x1ഉം തമ്മിലല്ലേ എക്സ് ഫൈ ഓഫ് എക്സ് x1 ഫൈ ഓഫ് x1 എന്ന് പറയുന്ന രണ്ട് പോയിൻ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഈ x2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് അല്ലേ, അതായത് എക്സ് ഫൈ ഓഫ് എക്സ് x2 ഫൈ ഓഫ് x2 എന്ന് പറയുന്ന പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ലോപ്പിനേക്കാളും ചെറുതാണ്. കണ്ടീഷൻ ഓട്ടോമാറ്റിക് കിട്ടിയത്. കണ്ടീഷൻ കിട്ടിയാൽ തന്നെ എന്ത് പറയാം? നമുക്ക് ഫൈ എന്ന് പറയുന്നത് കോൺവെക്സ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾസ് ആണ്. ഒരു 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് എക്സ് റേസ് ടു പി ഫോർ പി ഗ്രേറ്റ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ഫോർ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻസ് കേട്ടോ. ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കൂ. എന്തുകൊണ്ടാണ് കറക്റ്റ് ഇവിടെ ഓരോന്നിലും ഇവിടെ -∞ ടു ഇൻഫിനിറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇവിടെ അതെ അല്ലേ, ലോഗ് എന്ന് പറയുന്നത് നെഗറ്റീവിൽ അപ്ലൈ ചെയ്യില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല ശ്രദ്ധിക്കണം, പി പോസിറ്റീവ് ആണെങ്കിലാണ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ അറിയാം അല്ലേ? നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് എക്സ് പി എന്ന് പറയുന്നത് ഹാഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് നോക്കി, ഇപ്പം ഞാനിവിടെ ഒരു എക്സ് റേസ് ടു ഹാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് റേസ് ടു ഹാഫിൻ്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഇങ്ങനെയാണെങ്കിൽ ലൈൻ ജോയിൻ ചെയ്യുന്നത് എപ്പോഴും ഗ്രാഫ് താഴെ ആയിരിക്കുന്നല്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി നോക്കി, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് നോട്ട് കോൺവെക്സ് കേട്ടോ. കോഡൽ സ്ലോപ്പ് ലെമ്മ. ലെറ്റ് ഫൈ ബി കോൺവെക്സ് ഓൺ open interval AB and x1 less than x2 belongs to open interval AB. Then for P1 equal to x1 phi of x1 ഒരു പോയിന്റ് ഉണ്ട്, x1ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് phi of x1. ആ പോയിന്റ് അതേ P1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ P2 പ്രൂവ് ചെയ്യേണ്ടത് എന്താ നോക്കി. ഈ P1 P എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് P1 P2 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പിനേക്കാളും ചെറുതാണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സ്ലോപ്പ് എങ്ങനെയാണ് കാണാമെന്ന് അറിയാമല്ലോ അല്ലേ നമുക്ക്? ഈ ആംഗിൾ അല്ലേ, ഓക്കെ അല്ലേ? അതേപോലെ ഇതിങ്ങനെ എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് അല്ലേ. ഓക്കെ, ഇതാണെങ്കിലും അതുപോലെ നമുക്ക് പ്ലോട്ട് ചെയ്യാം അല്ലേ. ഇത് എക്സ് ആക്സിസ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ആംഗിൾ ഇതാണ് കേട്ടോ വരിക. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് വരും. അടുത്ത ആംഗിൾ ഇങ്ങനെ വരയ്ക്കാം, ഇത് വരും.
കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഇത് ചെറുത് അതിനേക്കാളും കുറച്ച് വലുതാണ്, പിന്നെ അടുത്തത് കുറച്ച് വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പോവാണേ നമ്മൾ. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ആയതുകൊണ്ട് നമുക്ക് ഈ കണ്ടീഷൻ എഴുതാം അല്ലേ, ഇങ്ങനെ എഴുതാം. ഓക്കെ, കാരണം ഇവിടെ x1 x എന്ന് പറയുന്ന x1 ലെസ് ദാൻ x2 ആണ്. സോ phi of x1 minus phi of x by x1 minus x less than or equal to phi of x2 minus phi of x1 by x2 minus x1 എഴുതാം അല്ലേ. and phi of x2 minus phi of x1 by x2 minus x1 is less than or equal to phi of x2 minus phi of x by x2 minus x. അതെങ്ങനെ കിട്ടിയാൽ നമുക്ക് ആദ്യത്തെ കേസിൽ ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത്? ആദ്യത്തെ കേസ് നോക്കാം, x1 x അല്ലേ, അത് x1 xും x2 x1 ഈ 2 പോയിൻറ്റിൻ്റെ സ്ലോപ്പ് നോക്കി അല്ലേ. അതേപോലെ അടുത്ത കേസിൽ x2 x1 എന്ന് പറയുന്നതും x2 x എന്ന് പറയുന്നത് തമ്മിൽ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ലേ. കാരണം ഇത് മൂന്നും കൂടി അത് ഓർക്കാൻ എളുപ്പത്തിന് ഓരോന്നിൻ്റെ സ്ലോപ്പുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇത് രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും, അടുത്ത കേസിൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. ക്ലിയർലി ആദ്യത്തേത് P1 P എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പാണ്, രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് P1 P2 എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ്, മൂന്നാമത്തെ ഈ കേസ് ഇത് P2 എന്ന് പറയുന്ന ലൈനിൻ്റെയാണ് അല്ലേ. ഓക്കെ, ഇതൊരു ലെമ്മയാണ്. ഈ ലെമ്മ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൂഫില്ല, നമുക്ക് അടുത്ത ക്രോളറിയൊക്കെ പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. ലെറ്റ് phi be a convex function, then phi has left hand right hand derivatives at each point. ഇപ്പോൾ ഡിഫറൻഷ്യബിൾ എന്നൊന്നും പറയുന്നില്ല കേട്ടോ. phi എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. ഓക്കെ, മോറോവർ ഇപ്പോൾ 2 പോയിൻറ്റ്സ് എടുത്തു, u v in open interval a b with u less than v. This one-sided derivative satisfy the following condition. ഇപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, ഒരു u എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിലാണ് phi dash of u മൈനസ് ഈസ് ഈക്വൽ ടു phi dash of u പ്ലസ് ഈക്വൽ ടു phi dash of u എന്ന് പറയാൻ പറ്റും അല്ലേ. നമുക്കിവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നൊന്നും തന്നിട്ടില്ല, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിനേക്കാളും ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് അറിയാവുന്നതാണ് ഈ രണ്ട് കേസിലും. And here phi dash of u plus is less than or equal to phi of v minus phi of u by v minus u. And this is the condition ഒന്ന് ഓർത്ത് വയ്ക്കുക, phi dash of u plus less than or equal to phi of v minus phi of u by v minus u, which is less than or equal to phi dash of v minus, which is less than or equal to phi dash of v plus. Okay, let phi be a convex function on open interval ab, then phi is Lipschitz and therefore absolutely continuous on each closed bounded subinterval closed interval CD of open interval ab. Now according to preceding lemma, for c less than or equal to u less than v less than or equal to d, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് CD എന്ന് പറയുന്ന ഇൻ്റർവെൽ 2 പോയിൻറ്റ്സ് എടുത്തു u v such as u less than v. By the above lemma we have condition like this അല്ലേ. ഇനി ഈ വാല്യൂ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഞാൻ കൺസിഡർ ചെയ്തു. അബ്സല്യൂട്ട് വാല്യൂ ഇപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ ഇതിൻ്റെ മാക്സിമം എന്തേ വരുള്ളൂ, phi dash of d മൈനസ് വരെ വരും. മിനിമം എന്ന് പറയുന്നത് phi dash of c പ്ലസ് വരും. അപ്പോൾ ഈ phi dash of c പ്ലസ് ഒരു -3 ആണെന്ന് വിചാരിക്കുക, ഇതെന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താവും, ഇതിലേതാണോ വലുത്, ഏതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണോ വലുത് വരുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ. അതായത് ഈ ഒരു കേസിൽ -3ഉം 5 ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരും. ഓക്കെ, ഇനി ഇവിടെ ഒരു 6 ആണെന്ന് വിചാരിക്കുക, അത് -6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക, അബ്സല്യൂട്ട് വാല്യൂ അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വരും അല്ലേ. അതായത് phi dash of c പ്ലസും phi dash of d മൈനസിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് അതിനേക്കാളും ചെറുതായിരിക്കും അല്ലേ. ആ അബ്സല്യൂട്ട് വാല്യൂവിനെ ഞാൻ ക്യാപിറ്റൽ M എന്ന് വിളിച്ചിട്ടുണ്ട്
ഓക്കെ, അപ്പോൾ എനിക്ക് എന്തെഴുതാം? ഫൈ ഓഫ് യു, അപ്പോൾ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം എന്ന് വരും ആണല്ലോ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഫൈ ഓഫ് വി മൈനസ് ഫൈ ഓഫ് യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മോഡുലസ് യു മൈനസ് വി എന്ന് വരും അല്ലേ. Thus, the restriction of phi to closed interval UB is Lipschitz. Now, Lipschitz function on a closed, already നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. Lipschitz function on a closed bounded interval is absolutely continuous. മാർക്ക് അനുസരിച്ച് അതിൻ്റെ പ്രൂഫ് കൂടി കൊടുക്കണം കേട്ടോ. Now, theorem 18. Let phi be a convex function on open interval AB. Then phi is differentiable except at a countable number of points and its derivative phi dash is increasing. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഫൈ കോൺവെക്സ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് അത് ഇപ്പോൾ അതായത് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ത്രൂ ഔട്ട് അത് ഡിഫറൻഷ്യബിൾ ആവണമെന്നൊന്നുമില്ല, പക്ഷേ അത് ഓൾമോസ്റ്റ് എവരിവെയർ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതായത് ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ വേണമെങ്കിൽ അല്ലേ, അതായത് ചിലപ്പോൾ ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സിൽ, കൗണ്ടബിളി മെനി പോയിൻറ്റ്സിൽ മാത്രം അത് ഡിഫറൻഷ്യബിൾ അല്ലാതിരിക്കാം, ബാക്കി എല്ലായിടത്തും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഫൈ ഡാഷ് എന്ന് പറയുന്നത് ഇൻക്രീസിങ്ങും ആയിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഫൈ ഡാഷ് ഇൻക്രീസിങ് ആണെങ്കിൽ കോൺവെക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് കോൺവെക്സ് ആണെങ്കിൽ, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ഇൻക്രീസിങ് ആണ്. ഇനി എവിടെയെങ്കിലുമൊക്കെ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ തന്നെ ആ പോയിന്റ് എത്രയേ വരുള്ളൂ? കൗണ്ടബിളി മെനി പോയിൻറ്റ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, we infer from the inequalities that x2 f dash of x dash and x2 f dash of x plus ഈ രണ്ട് ഇത് കേട്ടോ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറയുന്ന ഫങ്ഷൻസ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് ഈ ലെമ്മ അനുസരിച്ച് അല്ലേ. ഓക്കെ, നമുക്ക് ഈ കണ്ടീഷൻ അനുസരിച്ച് ക്ലിയർ ആണ് അല്ലേ. നൗ ഇൻക്രീസിങ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മോണോട്ടോണിക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇസ് ഓൾമോസ്റ്റ് എവരിവർ കണ്ടി, അല്ലെങ്കിൽ എക്സെപ്റ്റ് കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് മോണോട്ടോണിക് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ കേസ്. ഇവിടെ എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻസ് എന്താണ്? ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് കൗണ്ടബിൾ നമ്പർ ഓഫ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ സെറ്റിനെ ഞാൻ സി എന്ന് വിളിച്ചു കേട്ടോ. ഓപ്പൺ ഇൻ്റർവൽ സി എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഒരു സബ്സെറ്റിൽ മാത്രമാണ് അത് കണ്ടിന്യൂസ് അല്ലാത്തുള്ളൂ, ബാക്കി എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആ കണ്ടിന്യൂസ് ആയ ഭാഗത്തൊക്കെ എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആവില്ല, അറിയാലോ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തായാലും അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഡിഫറൻസ് സിയിലെ ഒരു പോയിൻ്റാണ് എക്സ് നോട്ട്. അതായത് എക്സ് നോട്ടിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനി ഒരു സീക്വൻസ് എടുക്കാൻ പോവുകയാണെ. സീക്വൻസ് എക്സ് എൻ ഓഫ് പോയിൻറ്റ്സ് ഗ്രേറ്റർ ദാൻ എക്സ് നോട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 1 1 + 1 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഒക്കെ എടുത്താൽ 1 വലിയ സീക്വൻസ് ആണ്, കൺവേർജസ് ടു 1 ആണ്. അതേപോലെ എക്സ് നോട്ടിനേക്കാളും വലിയ എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് സീക്വൻസ് എക്സ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ യു എന്ന് എക്സ് നോട്ടിനെ യു എന്നും എക്സ് എന്നെ വി എന്നും കൗണ്ട് ചെയ്തു. മീൻസ് നമ്മൾ അതിനെ വി ആണ് എക്സ് എൻ എന്ന് പറയുന്നത്, അതുപോലെ എക്സ് നോട്ട് എന്ന് പറയുന്നത് യു ആണ്. ഇനി ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ആണ്. ശരിയാണല്ലോ. ഓക്കെ, ഇനി എക്സ് നോട്ട് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് എന്നിനേക്കാളും ചെറുതാണ് ആണല്ലേ. എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് നോട്ടിലേക്ക് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് മാക്സിമം ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് മൈനസ് വരെ പോവുള്ളൂ. പക്ഷേ ഈ കണ്ടീഷൻ അനുസരിച്ച് എന്ത് വേണം? ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ആയിരിക്കണം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വലാന്ന് പറയുന്നത് ഫൈ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിളാണ്. ഓക്കെ, ഇനി അപ്പോൾ ഡിഫറൻഷ്യബിളാന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ കൗണ്ടബിളി മെനി പോയിൻറ്റ്സിൽ ഒഴികെ അത് ഡിഫറൻഷ്യബിളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇൻക്രീസിങ് ആണ് കൂടി കിട്ടണം അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് ആണെന്ന് കിട്ടാൻ എന്താ വേണ്ടത്? ഒരു യു ലെസ് ദാൻ വി ഉണ്ടെങ്കിൽ
ഫൈ ഡാഷ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് വി അല്ലേ, എന്ന് കിട്ടിയാൽ മതി. ശരിയാണല്ലോ. അപ്പോൾ അത് ഇൻക്രീസിങ് ആയി. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടീഷൻ ലെമ്മ 16 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? അത് അവിടെ തന്നിട്ടുണ്ടായിരുന്നത് ഫൈ ഡാഷ് ഓഫ് യു മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് യു പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് യു മൈനസ് ഫൈ ഓഫ് വി ബൈ യു മൈനസ് വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് വി മൈനസ് ലെസ് ദാൻ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് വി പ്ലസ് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ യുവും വി എന്നൊക്കെ പറയുന്ന പോയിൻ്റ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലാണ് വിത്ത് ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഡിഫറൻസ് സിയിലാണ്. അതായത് അവിടെ ഡിഫറൻഷ്യബിൾ ആവുന്ന തരത്തിലുള്ള പോയിൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ആ പോയിൻറ്റ്സിൽ എന്താ ഫൈ ഡാഷ് ഓഫ് യു ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് യു മൈനസ് ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് യു പ്ലസ് എന്ന് വരും. ശരിയാണല്ലോ. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് യു. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി, ഫൈ ഡാഷ് ഓഫ് യു ലെസ് ദാൻ ഈക്വൽ ടു ഫൈ ഡാഷ് ഓഫ് വി, വിച്ച് മീൻസ് ഫൈ ഡാഷ് ഈസ് increasing. Now let phi be a convex function on open interval AB and x naught belongs to open interval AB. For a real number m, the line y equal to m into x minus x naught plus phi of x naught. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? y മൈനസ് phi of x naught by x minus x naught എന്നുള്ളത് സ്ലോപ്പായിട്ടുള്ള എക്സ് നോട്ട് ഫൈ ഓഫ് എക്സ് നോട്ട് കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ അല്ലേ. അത് ആ ലൈനാണ് ഇസ് കോൾഡ് സപ്പോർട്ടിംഗ് ലൈൻ അറ്റ് എക്സ് നോട്ട്. അപ്പോൾ എക്സ് നോട്ടിലൂടെ പാസ് ചെയ്ത് പോകുന്ന പോയിൻ്റാണ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. എക്സ് നോട്ട് ഫൈ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെ, അതായത് നമ്മുടെ ഗ്രാഫിനകത്ത് ഇതിപ്പോൾ എയും ഇത് ബിയും ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണ് എക്സ് നോട്ട്. അപ്പോൾ ഈ എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഫൈ ഓഫ് എക്സ് നോട്ട് ഉണ്ടാവും. അതായത് ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിൻ്റാണ് എക്സ് നോട്ട് ഫൈ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ വിത്ത് സ്ലോപ്പ് എമംഗ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദ സപ്പോർട്ടിംഗ് ലൈൻ അറ്റ് എക്സ് നോട്ട് ഫോർ ദ ഗ്രാഫ് ഓഫ് ഫൈ പ്രൊവൈഡഡ് this line always lie below the graph of ഒരു ടാൻജൻറ്റ് പോലെയൊക്കെ ഇങ്ങനെ അല്ലേ സപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള ലൈൻ. ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഫൈ ഓഫ് എക്സ് നോട്ട് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ. അപ്പോൾ ഈ ഇൻ്റർവൽ ഏത് വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ ഫൈ ഓഫ് എക്സ് എടുത്താലും അത് ഈ ഗ്രാഫിൻ്റെ മുകളിലായിട്ട് വരും. ഇവിടെ എടുത്തു ഓക്കെ. ഈ ലൈനിൻ്റെ മേലെയാണ് അല്ലേ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ. അപ്പോൾ അതിനെ സപ്പോർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നു കേട്ടോ. ജെൻസൺസ് ഇൻഇക്വാളിറ്റി. ലെറ്റ് ഫൈ ബി എ കോൺവെക്സ് ഫംഗ്ഷൻ ഓൺ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി if an integrable function over closed interval a b, then phi composition f is also integrable. then അതാണ് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. ഫൈ കോൺവെക്സ് ആണ്, എഫ് ഇൻറ്റഗ്രബിൾ ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1, ദെൻ ഫൈ കോമ്പോസിഷൻ എഫും ഇൻറ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ഫൈ ഓഫ് ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ഫൈ കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയണം. ഓക്കെ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഇൻറ്റഗ്രലൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ കൊടുത്തു. ഇനി ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് വാല്യൂ അവിടെ ഇൻറ്റഗ്രബിൾ ആണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഒരു ആൽഫ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ. അതാണ് ആൽഫ കേട്ടോ. ഇനി ചൂസ് എം ലൈ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫൈ അറ്റ് ദ പോയിന്റ് ആൽഫ. ഇനി ഇതൊക്കെ the supporting line, such line is supporting line if and only if its slope m lies between the left and right hand derivative of phi at x naught. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൻ്റെ അല്ലേ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിൻ്റെ ഇടയ്ക്കാണ് എമ്മെങ്കിൽ അത് സപ്പോർട്ടിംഗ് ലൈനിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കും. ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നോക്കി. ആൽഫ എന്ന് പറയുന്നത് വാല്യൂ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എം എന്ന് പറയുന്നത് ആൽഫയിലുള്ള അല്ലേ ഡെറിവേറ്റീവ് ഓഫ് ആൽഫ അറ്റ് ദ പോയിന്റ് ഫൈ. ഇപ്പോൾ ഫൈ ഡാഷ് ഓഫ് ആൽഫ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ആ കേസ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവിനും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിനും ഇടയിലാണ് എം. അങ്ങനെയാണെങ്കിൽ
y is equal to m into t minus alpha plus phi of alpha എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും അല്ലേ. അതായത് ആൽഫ ഫൈ ഓഫ് ആൽഫയിൽ കൂടെ കടന്നു പോകുന്ന സപ്പോർട്ടിംഗ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ സപ്പോർട്ടിംഗ് ലൈനിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ചനുസരിച്ച് എന്ത് വരും, ബാക്കിയുള്ള എല്ലാ പോയിന്റും ഈ സപ്പോർട്ടിംഗ് ലൈനിൻ്റെ മേലെ വരണം അല്ലേ. അതായത് ഫൈ ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m into t minus alpha plus phi of alpha for all t belongs to R. ഇനി എഫ് ഇൻറ്റഗ്രബിൾ ആണ്, അപ്പോൾ അത് ഓൾമോസ്റ്റ് എവരിവർ ഫൈനൈറ്റ് ആണ് നമുക്കറിയാം. ഇനി അതുകൊണ്ട് ടിയുടെ പ്ലേസിൽ ഞാൻ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സെയിം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. സോ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ആൽഫ പ്ലസ് ഫൈ ഓഫ് ആൽഫ. ഇനി ഏതെങ്കിലും പോയിന്റിൽ അത് ഇൻഫൈനൈറ്റ് ആണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് എവരിവർ അത് ഫൈനൈറ്റ് ആണ്, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എനിക്ക് ഇതാ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ബോത്ത് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണേ. ഇവിടെ നോക്കി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ബോത്ത് സൈഡിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കംപ്ലീറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇൻറ്റഗ്രൽ ഓഫ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് വരും. വി ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് ഫ്രം 0 to 1. ഇനി ഈ പാട്ട് നോക്കി, അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ, ഇൻറ്റഗ്രൽ 0 to 1 ഫൈ കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം കറക്റ്റാണ്. ഇനി ഇവിടുത്തെ ഈ സൈഡാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ആദ്യത്തെ കേസിൽ ഇതെന്ത് വരും നോക്കി, ഇൻറ്റഗ്രൽ 0 to 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ എം ഔട്ട് സൈഡ് എടുത്തു, എഫ് ഓഫ് എക്സ് മൈനസ് ആൽഫ എന്ന് വരും അല്ലേ. ഇൻറ്റഗ്രൽ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് ആൽഫ ഇൻറ്റു 1 എന്നാണ് വരിക. അപ്പോൾ എം ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് മൈനസ് ആൽഫ എന്ന് വരും. ഇൻറ്റഗ്രൽ 0 to 1 ആൽഫ പറഞ്ഞാൽ ആൽഫ എക്സ് വരും, വേണമെങ്കിൽ ആൽഫ എക്സ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആൽഫ വരും. പക്ഷേ ആൽഫ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ ടേം 0 ആയി പോയി. അടുത്തൊരു ടേം എന്താ, ഫൈ ഓഫ് ആൽഫയാണ്. ഇൻറ്റഗ്രൽ 0 to 1 ഫൈ ഓഫ് ആൽഫ എന്ന് വരും. ഫൈ ഓഫ് ആൽഫ എന്താ, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഫൈ ഓഫ് ആൽഫ ഇൻറ്റു എക്സ് എന്ന് വരും. എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ എന്ത് വരും, ഫൈ ഓഫ് ആൽഫ എന്ന് വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ, നമ്മുടെ ഈ കേസിൽ റൈറ്റ് സൈഡിൽ ഫൈ ഓഫ് ആൽഫ എന്ന് വരും. ഫൈ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് ആൽഫ ഇൻറ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ദാറ്റ് ഈസ് വി പ്രൂവ് ദിസ് വൺ, ജെൻസൺസ് ഇനീക്വാളിറ്റി. അപ്പോൾ ഒരു സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ് കേട്ടോ. ഒക്കെ ഈസി തിയറംസ് ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.